നമസ്കാരം. തമിഴ്നാട്ടിൽ അവർ തമിഴിൽ ഏകദേശം എങ്ങനെയാണ് പറയുക? അയ്യാ അയ്യാ കാപ്പാത്തുക്കോ എന്ന് പറയും. കാപ്പാത്തുക്കോന്ന് കാപ്പാത്തുക്കോ. പോലീസ് സ്റ്റേഷനിൽ പോയാലും ഇനി മുരുകൻ കോവിലിൽ പോയാലും പറയാം, അയ്യാ ഞങ്ങളെ രക്ഷിക്കണം കാപ്പാത്തുക്കോന്നോ മറ്റെന്തോ പറയും. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാണക്കാട് ഇന്നലെ ഉണ്ടായത്. മലബാറിലെ ദൈവങ്ങളുടെ പ്രതിനിധികൾ, ദൈവം നേരിട്ട് വരില്ലല്ലോ, ദൈവത്തിൻ്റെ പ്രതിനിധികൾ വന്ന് അയ്യാ പാണക്കാട് തങ്ങളെ കണ്ട് അയ്യാ രക്ഷിക്കണേ. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ശശികല ടീച്ചറാകട്ടെ, RV ബാബു ആകട്ടെ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകളാകട്ടെ, BJPയുടെ ആളുകളാകട്ടെ, ഇവർക്കൊന്നും മിണ്ടാനില്ല എന്നുള്ളതാണ്. മലബാർ ദേവസ്വത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാർ, അവരെല്ലാവരും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇപ്പോൾ അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്കാണ്. സതീശൻ്റെ അടുത്താൽ പോയാൽ കുഴപ്പമില്ല. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാർട്ടി നേതാവ് മാത്രമാണ്, മന്ത്രിയൊന്നുമല്ലല്ലോ. ഏതായാലും മാത്രമല്ല ആധ്യാത്മിക നേതാവുമാണ്. ഇവർക്ക് ആർക്കും ഇപ്പം നമ്മളുടെ അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയുടെ കാര്യം മോഹൻ ഭാഗവതരോട് പറഞ്ഞു, എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അദ്ദേഹം 2 വാക്കേ പറഞ്ഞുള്ളൂ, റാം റാം. അദ്ദേഹം വേറൊന്നും പറയാനില്ല, തല കുരിഞ്ഞു പോയി. ഇതുപോലെ മലബാർ ദേവസ്വത്തിൻ്റെ ആളുകൾ അവരുടെ സങ്കടം വന്നതിൻ്റെ പരിഹാരത്തിനായിട്ട് അവരും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നിവേദനം നൽകിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രഭരണം നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ചും മനയിലുള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നടത്തുന്നത്. ബ്രഹ്മസ്വം ദേവസ്വം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ദേവസ്വം എന്ന് പറഞ്ഞാൽ സർക്കാർ വക, രാജാക്കന്മാരുടെ വക. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ, അങ്ങനെയാണ് വെപ്പ്. ഇതല്ലാതെ ഇവിടെ നായന്മാർക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നു? ആർക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നാട് ഭരിക്കുന്നവരുടെ ആയിരുന്നു ക്ഷേത്രങ്ങൾ. അവരാണ് ഇപ്പോൾ ഈ കാലുപിടുത്തം നടത്തിയിട്ടുള്ളത്. ഞാനിത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു 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 ചിത്രമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വടക്കേടത്ത് മന, തെക്കേടത്ത് മന, 2 മനകളുണ്ട്. ഇതെൻ്റെ കുട്ടിക്കാലത്ത് വടക്കേടത്ത് മനയിൽ ആനകളുണ്ടായിരുന്നു. 3 ആനകളുണ്ടായിരുന്നു. അതിൽ ഒരാനയെ അറിയുള്ളൂ, ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു ആനയെ അറിയുള്ളൂ. അത് വളരെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധമാണ്. നമുക്ക് അതിൻ്റെ കയ്യിൽ വേണ്ടി പഴം കൊണ്ടുവച്ച് കൊടുക്കാം. മറ്റേ 2 ആനകളുടെ കയ്യിൽ പഴം വെച്ച് കൊണ്ടു കൊടുത്താൽ അത് നമ്മളെ പഴമാക്കി മാറ്റും, ചവിട്ടി തേക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അതേ സമയത്ത് തെക്കേടത്ത് മനയിലും പണമുണ്ട്. അവരെന്ത് ചെയ്തു? അവർ വലിയൊരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കാണുന്നത്, എപ്പോഴാണ് അവർ ഉണ്ടാക്കിയെന്നറിയില്ല. ഏകദേശം 6-7 ഏക്കർ സ്ഥലത്ത് അവർ വലിയൊരു സ്കൂൾ ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെയുള്ള പ്രതാപശാലികളായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. ഇതെല്ലാം കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നീട് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറി. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു 10-12-14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ നാട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വെറുതെ നടക്കാനിറങ്ങും, ചുറ്റും ഇങ്ങനെ നടക്കാനിറങ്ങും അവിടെ കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പഴയ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ പഴയ ആൾക്കാരൊന്നുമില്ല. വീടുകളും പുതിയ വീടുകൾ, ഞാൻ അറിയുന്ന വീടുകളൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, നിന്ന സ്ഥലം പോലും അറിയില്ല. ചിലരൊക്കെ വന്നിട്ട് പറയും, ആ രമേശനല്ലേ, അതെ എന്ന് പറയും. ആരാന്ന് ഞാൻ ചോദിക്കേണ്ട ഗതികേട്. അങ്ങനെ ഒരിക്കൽ ഞാൻ വഴി കൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ, വളരെ കുലീനിയായിട്ടുള്ള സ്ത്രീ, വെള്ളയും എടുത്തൊരു സ്ത്രീ, ആഭരണങ്ങളൊന്നുമില്ല, ഒരു ഭസ്മലേപനം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ അവർ ആ വഴിക്ക് പോകണു, ചെറിയൊരു വഴി കൂടിയാണ് നടക്കുന്നത്. അവരപ്പുറത്തൂടെ ഞാനിപ്പുറത്തു കൂടെ. അപ്പോൾ അവരടുത്ത് വന്ന് ചോദിച്ചു, രമേശല്ലേ എന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. ആണല്ലോ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഞാൻ കുറേ കാലം നാട് വിട്ട് നിന്ന കാരണം കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ദേവിയാണ്. അവരുടെ പേര്, അവിടുത്തെ അമ്പലത്തിൻ്റെ പേരാണ് കാർത്തികേനി ദേവി എന്നാണ് പേരിട്ടിട്ടുള്ളത്. കാർത്തികേനി എന്ന പേര്, ദേവി എന്നാണ് ആ കുട്ടിയെ വിളിക്കുക. എന്നെക്കാളും 1-2 വയസ്സിന് മൂപ്പാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്നും പറഞ്ഞു. മനസ്സിലാവില്ല രമേഷേ, എല്ലാം മാറിപ്പോയില്ലേ. കാരണം അവരെ നോക്കിയപ്പോൾ അവരുടെ തോളിൻ്റെ എല്ലാക്കും പുറത്ത് കാണാം, ശരീരത്തിന് ഫിറ്റല്ലാത്ത ബ്ലൗസും അതുപോലെ. അങ്ങനെ പിന്നീട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അവർ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഒന്നും പറയേണ്ട ആവശ്യം വന്നില്ല. അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു പച്ചക്കറി കടയുണ്ട് അതിൻ്റെ മുമ്പിൽ, അത് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ പറഞ്ഞ കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഘട്ടം അവർ വിശദീകരിച്ച് ഇങ്ങനെയാണ്.
അവർ പ്രതാപശാലികളായിരിക്കുമ്പോൾ ആ വീട്ടിൽ തലമുറകളായിട്ട് ജോലി ചെയ്ത ഒരു വീട്ടുകാരവിടെയുണ്ട്. കുണ്ടൂർക്കുന്ന് വീട്ടുകാരെന്നാണ് പറയുക, കുണ്ടൂർ വീട്ടുകാരെന്ന് പറയും. ആ വീട്ടിൽ ഈ പെൺകുട്ടി ഒരു ദിവസം എന്തോ അത്യാവശ്യത്തിന് വിളക്ക് കത്തിയാനോ മറ്റോ കുറച്ച് എണ്ണ വാങ്ങിക്കാൻ പോയപ്പോൾ അവർ ഒരു തുടം എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരരുത് കേട്ടോ, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ്, ഉള്ള കാര്യം പുറത്ത് പോയി പറയുമ്പോൾ വിഷമം തോന്നരുതെന്ന്. അതും കേട്ട് പോരേണ്ടി എനിക്ക് വന്നു എന്ന് പറയാണ്. 2-3 ആനയുള്ള വീട്ടിലെ കുട്ടിയുടെ കാര്യം പറഞ്ഞത് അതുപോലെ അങ്ങോട്ട് തകർന്നു പോയി. ആ ഒരു സംഭവമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. മലബാർ ദേവസ്വത്തിൻ്റെ ആളുകൾ ഇവിടെ ഇത്രയും വലിയ കൊലപ്പിക്കൽ നടത്തി, ഇസ്ലാമോഫോബി നടത്തി, ഇതൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്ഷയിച്ചു പോയി അവരുടെ പ്രശ്നങ്ങളുടെ ബോർഡ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പാണക്കാട് തങ്ങളുടെ കാൽക്കീഴിൽ വന്ന് കിടക്കേണ്ട ഗതികേട്, അതൊരു ഒന്നൊന്നര ഗതികേട് തന്നെയല്ലേ വാസ്തവത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറയാൻ സത്യത്തിൽ ഇവിടുത്തെ ഈ പറഞ്ഞപ്പോൾ BJP നേതാക്കന്മാർക്കോ RSS നേതാക്കന്മാർക്കോ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കോ കഴിയുന്നുണ്ടോ? അവർ വെറും പൊളിറ്റിക്സ് പറഞ്ഞു നടക്കുന്നതിന് പകരം ജനങ്ങൾ, ഹൈന്ദവ ജനത, ആ ഹൈന്ദവ ജനതയുടെ ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ തെറ്റ്. ജനങ്ങൾക്ക് വേണ്ടി ഭഗവത്ഗീതയോ അല്ലെങ്കിൽ രാമായണമോ അല്ലെങ്കിൽ മഹാഭാരതമോ ഇത്യാദി കാര്യങ്ങളല്ല. അവർക്ക് വേണ്ടത് അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ മറികടക്കാൻ പ്രധാനമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ. എത്ര ഇപ്പം നാൾ കണ്ടില്ലേ, ഒരു സ്ത്രീ അവർക്ക് കണ്ണ് ശരിക്കും കാണില്ല, അവർക്ക് ഒരു ചെറിയ മിന്നലേ കാണില്ലൂ, 2 മക്കളും ആ ഭർത്താവും കൂടിയിട്ട് പുഴയിൽ പോയിട്ട് ചാടിച്ചത്ത്. അങ്ങനെ എത്രയോ നിരവധി കാര്യങ്ങൾ. ആത്മഹത്യ ചെയ്യുന്നതിൽ 90% ഇവിടെ ഹിന്ദുക്കളാണ്. ഡൈവേഴ്സ് ചെയ്യുന്നത്, ഭാര്യ ഭർത്താവിനെ കൊല്ലും, ഭർത്താവ് ഭാര്യ കൊല്ലുന്നെങ്കിൽ നോക്കുമ്പോൾ എന്തിനേറെ അനാഥശാലകളിൽ പോയി താമസിക്കുന്നത്. അനാഥശാല എന്ന് പറയാൻ പറ്റില്ല. ഗാന്ധി ആശ്രമമുണ്ട് പത്തനാപുരത്ത്, നമ്മളുടെ ഡോക്ടർ സോമരാജിൻ്റെ, നമ്മുടെ യൂസഫ് അലിക്കൊക്കെയും അതിന് വലിയ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നോക്കും. അവിടെയും ഹിന്ദുക്കളാണ് ഉള്ളത്. അവിടെ ഒറ്റപ്പെട്ട സംഭവം ഒരു ക്രിസ്ത്യാനിയോ മുസൽമാന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയുള്ള ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. അവരെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതിൻ്റെ മേലോട്ട് അതിനെ അഡ്വക്കേറ്റ് ചെയ്യാതെ, അതിനൊരു ബാക്കപ്പ് കൊടുക്കാതെ വെറുതെ നമ്മൾ വർഗീയത പറ്റുന്ന നടന്നാൽ ആൾക്കാരൊപ്പം ഉണ്ടാവില്ല. എന്തായാലും ഇപ്പോഴെന്തായി, അവസാനം എൻ്റെ ഭാഷയിൽ പറയാൻ വെച്ചാൽ മലബാറിലെ ദൈവങ്ങളുടെ പ്രതിനിധി, മലബാറിലെ ദൈവങ്ങളെ ഉപാസിച്ച് മലബാറിലെ ദൈവങ്ങൾക്ക് വേണ്ടുന്ന സേവനങ്ങളും നടത്തുന്ന ആളുകൾ ഗതിയില്ലാണ്ടായപ്പോൾ മലബാറിലെ ദൈവങ്ങളുടെ ആശ്രിതന്മാർ വന്ന് കേടപേക്ഷിക്കുന്നത്, കെഞ്ചുന്നത് പാണക്കാട് തങ്ങളുടെ അടുത്താണ്. അതല്ലേ സത്യം. വാസ്തവത്തിൽ ഭരണത്തിൽ ലീഗുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, അവർ പിടിമുറുക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നതിൻ്റെ പിന്നാലെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പറയുന്നതാണ്. ലീഗ് ഭരിക്കും, എന്തായാലും പറയുക, ലീഗ് ഭരിക്കും, കേരളത്തിൽ ലീഗ് പറയും നിയമങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളാക്കാൻ പോണു, ഇതൊക്കെയും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ വക്താക്കളാണ് ഇവിടെ ഞാൻ എത്തിപ്പെട്ടത്. എന്തുകൊണ്ട് അവർ മറ്റേ ഹിന്ദു ഐക്യവേദിയുടെ അടുത്ത് പോകുന്നില്ല? എന്തുകൊണ്ട് BJPയുടെ അടുത്ത് പോകുന്നില്ല? എന്തുകൊണ്ട് RSSൻ്റെ ഓഫീസിൽ കാര്യാലയത്തിൽ പോകുന്നില്ല? അവിടെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ പോയിട്ട് കാര്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മുസ്ലിം എൻ്റെ മുഖത്തിട്ട് അങ്ങനെ കാണിച്ചു, നമുക്ക് തിരിച്ചാണ് കാണിക്കണം. അത് നമ്മളുണ്ട്, അതിന് നമ്മൾ തയ്യാറാണ്. പക്ഷെ അതേ സമയത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, റോട്ടി കപ്പട മക്കാൻ, അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതിനെ നോക്കിക്കാണാനും ആ ഒരു ബുദ്ധിമുട്ടുകൾ. ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ട്രസ്റ്റ് ഉണ്ട്. അവിടെ 12,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഗവൺമെൻറ് സംസ്ഥാപനമാണ്. അവിടുത്തെ ഒരിക്കൽ ഞാൻ അവിടെ പോയ സമയത്ത് ആഹാരം കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ആഹാരം കണ്ട് ഞെട്ടിപ്പോയി. കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചത്, അതുകൊണ്ട് എനിക്ക് വേറെ ആഹാരം തരികയല്ല ചെയ്തത്. ഈ 2000 കുട്ടികൾ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ, അവർ വീടിനകത്ത് പീഡനങ്ങളുണ്ടായി കുട്ടികൾ. ആ കുട്ടികളേക്ക് എന്ത് കാര്യമുണ്ട് ഇതായി ഇവിടേക്കാണ് പറഞ്ഞയക്കാം നമുക്ക് ധൈര്യമായിട്ട്. അപ്പം എൻ്റെ അടുത്ത് ആരും വന്ന് അയ്യാ ഞങ്ങൾക്ക് ജോലി വേണത് ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ. അപ്പോൾ അങ്ങനൊരു സംവിധാനം അവിടെയുണ്ട്. അതേ സമയത്ത് അത് ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റാണെങ്കിൽ പോലും നടത്തിപ്പുകാർ അവിടെയുള്ള ആധ്യാത്മിക രംഗത്തുള്ള ആൾക്കാരൊക്കെയാണ്. ഹിന്ദു അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിലൊന്നും താല്പര്യമില്ല, വിമർശങ്ങൾ മാത്രമേ ഉള്ളൂ. മുസ്ലിം ഭരണത്തിൽ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി അവരൊക്കെ പിടിമുറുക്കുന്നു. അതിങ്ങനെ പറഞ്ഞു കിടക്കുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട്.
സന്തോഷത്തിലല്ല. പക്ഷേ അവിടെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർ നിവേദനം സമർപ്പിച്ചത്. അയ്യാ കാപ്പാത്തിക്കോ എന്നും പറഞ്ഞിട്ട് നിവേദനം സമർപ്പിച്ചത്. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ക്ഷേത്രക്കൊള്ളയുടെ കാര്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു പാഠം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, മോഹൻ ഭാഗവത്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, റാം 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 ശംഭോ മഹാദേവ നമശിവായ, കാര്യം കഴിഞ്ഞു. അതിനപ്പുറമൊന്നും പറയാനില്ല എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് മുഖം മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് തിരിഞ്ഞു ഓടുകയാണ് ചെയ്യുന്നത്. അതല്ല, അതിനെ അഭിമുഖീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്. കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കന്മാരാണ് മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഇതേ ആവശ്യമായിട്ട് 2-3 തവണ LDF സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. സംഘടന ആഭിമുഖ്യത്തിൽ ഈ സംഘടന ഹിന്ദു സംഘടന നേതാക്കന്മാരെ സമീപിച്ചിട്ടുണ്ട്. 10-30 വർഷങ്ങളായിട്ട് മലബാർ ദേവസ്വം ബോർഡ് ബില്ല് നിയമമാക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകാൻ ഇവരെ കൊണ്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് ഇനി അവസാനത്തെ അഭയസ്ഥാനം ശരണാഗതി, അതാണ് നമ്മൾ പറയില്ലേ, ഒന്നും പറ്റിയില്ല അവസാനം വിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ നിന്ന് വിഷ്ണുവിനും പറ്റിയില്ലെങ്കിൽ പിന്നെ ഒന്നേ രക്ഷയുള്ളൂ, കൈലാസത്തിലേക്ക് പോവുക. അതുകൊണ്ടാണ് ശിവനായിട്ട് വഴക്ക് കൂടിയിട്ട് സതീദേവി അവിടെ നിന്ന് പാർവതി ഇറങ്ങി ഓടിയത്ര. ഞാൻ അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് പോയി. കരുണാകരൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. വിഷ്ണു അവിടെ ചെന്നപ്പോൾ നോക്കൂ, ഞങ്ങളുടെ വിഷ്ണുവിൻ്റെ അവിടെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ദൂതനായിട്ട് നാരദരെ കൈലാസത്തിലേക്കാണ് പറഞ്ഞയക്കുക. ആ കൈലാസാധിപതിയുടെ കോപവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതേപോലെ അവസാനത്തെ അഭയസ്ഥാനമായിട്ട് മാറിയത് ഏതാണ്? അവസാന അഭയസ്ഥാനമായിട്ട് മാറിയത് സാദിഖ് അലി തങ്ങളാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഇത്രയേ പ്രാർത്ഥിക്കാനുള്ളൂ, ഇവിടുത്തെ സംഘപരിവാറിന് ഇത്രയേ പ്രാർത്ഥിക്കാനുള്ളൂ. ഈ കാര്യം നടത്തി കൊടുക്കാനുള്ള ശേഷി ഈ മുസ്ലിം ലീഗിന് സാദിഖ് അലി തങ്ങൾക്കുണ്ടാകാതെ പോകണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ആ ഈ കാര്യം നടത്തിക്കൊടുത്ത് നാളെ ഈ കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി മലബാർ ദേവസ്വം ആ ഭാഗത്തുള്ളത് ഞങ്ങളുടെ കാര്യം നടന്നു കിട്ടിയെന്നൊരു പ്രഖ്യാപനം വന്നാൽ മാനക്കേട് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ പാണക്കാട് ചെന്ന് പറയുന്നുണ്ടെങ്കിൽ തൊടുപുഴയിലെ അവരുടെ ജൈവിളി ഉണ്ടല്ലോ, ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്ന് പറഞ്ഞ് അവർ ആക്രോശിച്ചില്ലേ, അതിലർത്ഥങ്ങളുണ്ടെന്നല്ലേ വരുന്നത് ഇപ്പോൾ. നമസ്കാരം.